ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. കണ്ണൂർ കൂടെ വേണം പോകാൻ. കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ഉൾവിളിയാണ്, ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലൊന്ന് പോണല്ലോ എന്ന്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ തന്നെ റൂം ഉണ്ടായിരുന്നു. റൂം എടുത്തു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പറശ്ശിനിക്കടവ് അമ്പലത്തിലെത്തി. ഇരു സൈഡിലും നല്ല ഒത്തിരി ഭംഗിയുള്ള കടകളാണ്, ഫാൻസി കടകളാണ് ഉള്ളത്. ഈ വഴിയിലൂടെ നടന്ന് വേണം നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തുന്നത്. അത്യാവശ്യം ഹോട്ടലുകളും എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളൊക്കെയുള്ള അതിമനോഹരമായ കടകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ളവർ ഈ അമ്പലത്തെക്കുറിച്ച് അറിയാതിരിക്കില്ല. ജാതി മത ഭേദമന്യേ ആർക്കും ഇവിടെ വരാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ കവാടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറി. ഇത് കാണുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന പുര. പിന്നെ നമുക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടും. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് പയറും പിന്നെ തേങ്ങാ കൊത്തുമാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഏത് സമയത്തും ഈ പ്രസാദം കിട്ടും. നമ്മൾ അമ്പലത്തിൻ്റെ പുറകിലേക്ക് വരുമ്പം ഈ വളവട്ടണം പുഴയാണ് കാണുന്നത്. ഈ പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇറങ്ങി കാല് കഴുകി അകത്ത് കയറാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചയാകുമ്പോൾ നമുക്കിവിടുന്ന് ഫുഡും കൂടെ കിട്ടും. അതുവരെ നമുക്ക് ഈ പുഴയിലൂടെ ഒരു അരമണിക്കൂർ യാത്രയും ചെയ്യാം. അതായത് ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് അരമണിക്കൂർ ഈ പുഴയിലൂടെ, ഈ വളപട്ടണം പുഴയിലൂടെ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സമയം ചെലവഴിക്കാം. വെറും 40 രൂപയാണ് ഗവൺമെൻറ് സർവീസിലെ ബോട്ടിനുള്ളത്. വളരെ മനോഹരമായിരുന്നു ഈ ഒരു മഴയത്ത് ഈ പുഴയിലൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ അമ്പലത്തിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ബോട്ടിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂർ കൂടെ പോകുന്നുണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വരണം. മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും, വിശ്വാസികളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഇവിടുത്തെ ബോട്ട് സർവീസൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു വരുമ്പോഴേക്കും ഒരു 12 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമാവും കേട്ടോ. ഫ്രീ ആണ്. അവിടെ വരുന്ന എല്ലാവർക്കും നല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ് നമുക്ക് ചോറ് കിട്ടും. ചോറും സാമ്പാറും പിന്നെ ഒരു മോരുകറിയും കൂടെ ഉണ്ടാവും. വലിയൊരു ഊട്ടുപുര തന്നെ ഉണ്ട് അവിടെ. പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തിൽ ഇതുവരെ ഊട്ടുപുരയൊന്നുമില്ലായിരുന്നു. എന്നാലും അന്നും ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വലിയൊരു ഊട്ടുപുര തന്നെയുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു ഊട്ടുപുരയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പുഴയിലൂടെ അരമണിക്കൂർ ഇങ്ങനെ ബോട്ടിലൂടെ യാത്ര ചെയ്ത് വളരെ മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. തീർച്ചയായും പറ്റുന്നവർക്ക് കണ്ണൂരിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അവിടെയൊക്കെ പോവുക, സ്ഥലങ്ങളൊക്കെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.